ഹലോ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കേരള സ്റ്റേറ്റ് GST ഇഷ്യൂ ചെയ്ത ഒരു സർക്കുലറാണ്. സർക്കുലർ നമ്പർ 7/2024, ഡേറ്റഡ് 13th May 2024, issued by the സ്റ്റേറ്റ് GST ഡിപ്പാർട്ട്മെന്റ്. ഇതിലെന്താണ് പറയുന്നതെന്ന് നോക്കാം. ഇതിൽ പറയുന്നത് സെക്ഷൻ 76 പറ്റിയാണ്. അപ്പൊ എന്താണ് ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്? സെക്ഷൻ 76 പ്രകാരമുള്ള അഡ്ജുഡിക്കേഷൻ നമ്മൾ ചെയ്യുന്നത് അത് ഇന്റലിജൻസ് എൻഫോഴ്സ്മെന്റ് ആൻഡ് ഓഡിറ്റ് വെർട്ടിക്കലിൽ നിന്ന് അത് ടാക്സ് പെയർ സർവീസസ് വെർട്ടിക്കലിലേക്ക് മാറ്റിക്കൊണ്ടാണ് ഈ സർക്കുലർ ഇഷ്യൂ ചെയ്തിരിക്കുന്നത്. അതായത് സെക്ഷൻ 76 പ്രകാരം നോട്ടീസ് ഇഷ്യൂ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ആര് ഇഷ്യൂ ചെയ്താലും, ഇന്റലിജൻസ് എൻഫോഴ്സ്മെന്റ് ഓഡിറ്റ്, ഇവരാര് ഇഷ്യൂ ചെയ്താലും അതിന്റെ അഡ്ജുഡിക്കേഷൻ ചെയ്യേണ്ടത് ടാക്സ് പെയർ സർവീസസ് സെക്ഷനിലാണ് ചെയ്യേണ്ടത്. അപ്പൊ എന്തുകൊണ്ടാണ് ഇപ്പൊ ഇങ്ങനെ ഒരു കാര്യം പറയേണ്ടി വരുന്നത്? അതിന്റെ കാരണം ഈ പോയിന്റ് നമ്പർ 1 അവർ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതിലവർ പറയുന്നുണ്ട്, ഷോക്കോസ് നോട്ടീസ് ഇഷ്യൂഡ് അണ്ടർ 73 and 74 അത് ഓൾറെഡി അവർ ചെയ്തിരുന്നു. എന്ത്? അഡ്ജുഡിക്കേഷൻ ബൈ ജൂറിസ്ഡിക്ഷണൽ അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റി ഇൻ ടാക്സ് പെയർ സർവീസസിൽ ചെയ്യണം എന്ന് സർക്കുലർ ഓൾറെഡി ഇഷ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു 73, 74 പ്രകാരമുള്ളതിന്. എന്നാൽ 76 പ്രകാരമുള്ളത് അത് അന്ന് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, ഹാവ് നോട്ട് ബീൻ അസൈൻഡ്. അപ്പൊ അന്ന് 73, 74 അഡ്ജുഡിക്കേഷൻ മാത്രമാണ് ടാക്സ് പെയർ സർവീസസിലേക്ക് മാറ്റിയിരുന്നുള്ളൂ. അപ്പൊ ഇപ്പൊ അവർ ഏതും കൂടി മാറ്റുന്നു, സെക്ഷൻ 76 പ്രകാരമുള്ളതും കൂടെ ടാക്സ് പെയർ സർവീസസിലേക്ക് മാറ്റുന്നു എന്നാണ് ഈ സർക്കുലറിലെ 1ാമത്തെ ഭാഗം പറയുന്നത്. ഓക്കെ, ഇനി ഇവർ പറയുന്നു സെക്ഷൻ 76 പ്രകാരമുള്ള നോട്ടീസുകൾ അഡ്ജുഡിക്കേഷൻ ചെയ്യേണ്ടത് ഷാൽ ബി ആൻസറബിൾ ടു ദി ജൂറിസ്ഡിക്ഷണൽ അതോറിറ്റി ഇൻ ദ ടാക്സ് പെയർ സർവീസസ് വെർട്ടിക്കൽ. പണ്ട് 73, 74 മാത്രം ഉണ്ടായിരുന്നത്, ഇപ്പൊ 76 കൂടെ അങ്ങനെ പദമായിരിക്കുന്നു. ഒരു കാര്യം കൂടി ഇവർ പറയുന്നു, പോയിന്റ് ഇതിൽ 3 പറയുന്നു, നോട്ടീസ് ഇഷ്യൂയിങ് അതോറിറ്റി, ആരാണോ നോട്ടീസ് ഇഷ്യൂ ചെയ്യുന്നത് അവര് എന്ത് പറയണം? ഷാൽ ഐഡന്റിഫൈ ദ അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റി ഇൻ ദ റെസ്പെക്റ്റീവ് ടാക്സ് in respect of taxpayer and clearly mention in the notice that the notice will be adjudicated by the adjudicating authority, jurisdictional adjudicating authority. എന്ന് പറഞ്ഞാൽ എന്താണ്? നോട്ടീസ് ഇഷ്യൂ ചെയ്യുമ്പോൾ നോട്ടീസ് ഇഷ്യൂ ചെയ്യുന്ന ഉദ്യോഗസ്ഥൻ തന്നെ പറയണം ആരാണ് ഇതിന്റെ അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റി എന്ന് അവർ എക്സ്പ്ലെയിൻ ആ നോട്ടീസിൽ തന്നെ ക്ലിയർലി എഴുതിയിരിക്കണം. എന്നാലല്ലേ റിപ്ലൈ കൊടുക്കുമ്പോൾ നമുക്കറിയാൻ സാധിക്കുള്ളൂ ആർക്കാണോ റിപ്ലൈ കൊടുക്കേണ്ടത്. അതുപോലെ തന്നെ ആരാണ് അഡ്ജുഡിക്കേറ്റ് ചെയ്യാൻ പോകുന്നത് എന്ന് നമുക്കറിയാൻ അത് നോട്ടീസ് ഇഷ്യൂ ചെയ്യുമ്പോൾ തന്നെ നോട്ടീസ് ഇഷ്യൂ ചെയ്യുന്ന ആൾ പറയണം ടാക്സ് പെയർ സർവീസിൽ ഏത് ഉദ്യോഗസ്ഥനാണ് മറുപടി കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ സെക്ഷൻ 73, 74 ഓൾറെഡി അത് ടാക്സ് പെയർ സർവീസിൽ തന്നെയാണ് അഡ്ജുഡിക്കേഷനുകൾ നടക്കുക. നോട്ടീസ് ആര് ഇഷ്യൂ ചെയ്താലും അഡ്ജുഡിക്കേഷൻ എപ്പോഴും ടാക്സ് പെയർ സർവീസിലായിരിക്കും. അപ്പോൾ പുതിയ സർക്കുലർ പ്രകാരം 76 കൂടെ അങ്ങനെ കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു പോയിന്റ് നമ്പർ 2 വേറൊരു കാര്യം പറയുന്നത്, നമ്പറിംഗ് ഓഫ് ഷോക്കോസ് നോട്ടീസ് ആൻഡ് ഓർഡേഴ്സ് കൂടി പറയുന്നുണ്ട്. 76 നോട്ടീസ് ഓർഡറുകൾക്ക് നമ്പർ ഇടണം. അത് പണ്ട് നമ്മൾ 73, 74 നമ്പറിംഗ് ചെയ്യണമെന്ന് മുമ്പ് ഒരു എപ്പിസോഡ് ചെയ്തിരുന്നു. വേറൊന്നുമില്ല, അതിന് കൃത്യമായിട്ട് നമ്പർ ഇടണമെന്നാണ്. അത് നമുക്ക് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, ഓഫീസർമാർ ശ്രദ്ധിക്കാനുള്ള കാര്യമാണ്. 73, 74 ഓർഡറിന് നമ്പർ ചെയ്യുന്ന പോലെ തന്നെ 76 നമ്പർ ഇടണം എന്നുള്ള കാര്യം മാത്രമാണ് ഇതിന്റെ 2ാമത്തെ പാരഗ്രാഫിൽ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പൊ 76 എന്നുള്ള സെക്ഷന്റെ പ്രാധാന്യം എന്താണ് എന്ന് നമുക്ക് നോക്കാം. എന്താണ് സെക്ഷൻ 76 പറയുന്നത്? അതിൽ പറയുന്നത് ടാക്സ് കളക്റ്റഡ് ബട്ട് നോട്ട് പെയ്ഡ് ടു ഗവൺമെന്റ്. അങ്ങനെയുള്ള സിറ്റുവേഷൻ വന്നാൽ ഓഫീസർ നോട്ടീസ് ചെയ്യുകയും അത് അഡ്ജുഡിക്കേറ്റ് ചെയ്യുകയും ടാക്സ് പെയർ ആ പൈസ കൃത്യമായിട്ട് വിത്ത് ഡിലേ വന്നിട്ടുണ്ടെങ്കിൽ ഇൻട്രസ്റ്റ് അടക്കം അടയ്ക്കേണ്ടിയും വരും. അതാണ് സെക്ഷൻ 76 പറയുന്നത്. ടാക്സ് കളക്റ്റഡ് ബട്ട് നോട്ട് പെയ്ഡ്. ഇപ്പൊ നമ്മൾ ഒരു GST രജിസ്റ്റേർഡ് ടാക്സ് പെയർ ആണ്, നമ്മൾ ടാക്സ് കളക്ട് ചെയ്തിട്ടുണ്ട് പക്ഷെ അടയ്ക്കുന്നില്ല. അങ്ങനെയുള്ള കേസുകളൊക്കെ വന്നാൽ ഗവൺമെന്റ് റിക്കവർ ചെയ്യാനുള്ള ഒരു സെക്ഷനാണ് സെക്ഷൻ 76. ഇതിന് പ്രത്യേകിച്ച് ടൈം ലിമിറ്റുകളൊന്നും നോട്ടീസ് ചെയ്യാൻ ടൈം ലിമിറ്റ് ഒന്നും പറയുന്നില്ല. 73, 74 ഒരു ടൈം ലിമിറ്റ് ഉണ്ട്, പക്ഷേ 76 അങ്ങനെ ഒരു ടൈം ലിമിറ്റ് നിയമത്തിൽ ഇല്ല. ഓക്കെ, യെസ്. അപ്പൊ അതിന്റെ ഉള്ളിലേക്ക് ഞാൻ പോകുന്നില്ല, നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. 73, 74 ആയാലും 76 ആയാലും അഡ്ജുഡിക്കേഷൻ വിൽ ബി ഡൺ ബൈ ദി ടാക്സ് പെയർ സർവീസസിലുള്ള ഉദ്യോഗസ്ഥനായിരിക്കും ചെയ്യുക എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും കാണാം. നന്ദി.